ചേടാ ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോടെ. എടേ നമ്മുടെ രാജേഷ് ഇല്ലയോ? നമ്മുടെ രാജേഷ് അല്ല, നിങ്ങളുടെ സ്വന്തക്കാരൻ രാജേഷ്. അത് തന്നെ, അവൻ്റെ കാര്യമായി പറയുന്നത്. ഞാൻ പോരാൻ നേരം എന്നോട് ആ ഗേറ്റിൻ്റെ ചാവി ചോദിച്ചായിരുന്നു. അയ്യത്തെ പോച്ചയെല്ലാം പറിച്ച് അവൻ്റെ പശുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ആ ചാവി കൊടുത്തു. അവൻ ആ അയ്യത്ത് കിടന്ന് ചീനിയും ചേമ്പും കാച്ചിലും ഏത്തക്കൊലയും സകല സാധനങ്ങളും അവിടുന്ന് വെട്ടിപ്പറക്കി എടുത്ത് വിപണി കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നെന്നും പറഞ്ഞ് പാച്ചോടൻ നമുക്കിപ്പോൾ മെസ്സേജ് ചെയ്തിരിക്കുന്നു. ആഹാ, അത്യാവശ്യമാണ് നിങ്ങൾക്കിത് ആവശ്യം തന്നെയാ. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ നാട്ടിൽ ചെന്നപ്പം രാത്രിയായി. കറണ്ട് ഉണ്ടായിരുന്നോ? കറണ്ട് ചാർജ് അടയ്ക്കണമെന്ന് വേണ്ടി ഇവനെ എല്ലാവരും ഏൽപ്പിച്ചിരുന്നേ. ഇവൻ അടച്ചായിരുന്നോ? എന്നിട്ട് നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ വീണ്ടും ചാവി അവൻ്റെ കൊടുത്തേക്കുന്നു. ആവശ്യമായത് നിങ്ങൾക്ക്, ഇത് അത്യാവശ്യമായത്. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഇതറിഞ്ഞ് രാജേഷിനെ വിളിച്ചു. അവൻ പറയുന്നത് അയ്യത്ത് കിടന്ന ഒരു സാധനവും അവൻ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കാൻ എടുത്തിട്ടില്ല. ഒത്തിരി പൊട്ട് കൊതലകളുണ്ടായിരുന്ന അതെല്ലാം കൂടെ വെട്ടിപ്പറക്കി അവൻ്റെ പശുവിന് കൊണ്ട് കൊടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. ഫോണെടുത്ത് വിളിക്കവനെ. വിളിച്ചിട്ട് മേലിൽ എൻ്റെ അയ്യത്ത് കയറിയേക്കരുതെന്ന് പറ. ചാവി കൊണ്ടുവന്നേ എൻ്റെ കുഞ്ഞമ്മേടെ മോൻ വിനോദിൻ്റെ കൊടുക്കാൻ പറ. അവൻ നോക്കിക്കോളും. മേലാല് കയറിയൊക്കെ 4 വർത്താനവും പറഞ്ഞിട്ട് വേണം ഫോൺ കട്ട് ചെയ്യാൻ. എടേ അത് വേണോ? ഈ വിനോദ് ഇവനേക്കാളും വലിയ കള്ളനാന്നാ എൻ്റെ തോന്നൽ. അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ പോരായോ? അല്ലേലും നിങ്ങൾക്ക് എന്നെയും എൻ്റെ ആൾക്കാരെയും വെറും പുച്ഛമാണല്ലോ. ഒരു പാവം പിടിച്ച് ചെറുക്കനെ ഞാനൊന്ന് പറഞ്ഞാൽ മതി, അവൻ വന്ന എല്ലാ കാര്യങ്ങളും ക്ലീനായിട്ട് നോക്കിക്കോളും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉത്തരവാദിത്തമായിട്ട് അവൻ ചെയ്യുന്ന ചെറുക്കനാ വിനോദ്. അവനെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. നിങ്ങൾക്ക് അല്ലേലും അങ്ങനെ ആണല്ലോ എപ്പോഴും. എന്നാൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്താട്ടെ. ഇനിയിപ്പോൾ അതല്ലേ നടക്കൂ. വിനോദ മോനെ സൂചിച്ചാടാ. എടാ ഞങ്ങളെ ഗേറ്റിന്റെ താക്കോല രാജേഷ് കൊണ്ടു തരും നിന്റെ കയ്യിൽ. നീ വാങ്ങിച്ചോണേ. വാങ്ങിച്ചിട്ടേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ വസ്തുവും കാര്യങ്ങളും അതിനകത്തെ കൃഷികളും ഒക്കെ ഒന്ന് പോയി നോക്കണേ നീ എന്ന്. എന്തെന്നാണ് വർത്താനം ഈ പറയുന്നേ? കട്ടി എന്റെ ദിവസമായിട്ട് ആ ചെറുക്കൻ പറയുവാന്നേ, മാസം 15,000 രൂപ കൊടുക്കാമെങ്കിൽ അവൻ നോക്കാവുന്നേ. നിങ്ങളുടെ ഓസ് പരിപാടി ഒന്നും നടക്കത്തില്ലെന്ന്. എന്തൊരു പറഞ്ഞ ചെറുക്കനാവനെ. അയ്യോ, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. ആ ചെറുക്കൻ അതിനകത്ത് കയറി ആ അയ്യത്തെ കാടുമൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി അവൻ നോക്കി കണ്ട് ചെയ്തേനെ. ഇപ്പം അതും ഇല്ല. ഇനിയിപ്പോൾ ഞാനിത് ആരെ ഏൽപ്പിക്കും? അയ്യോ തുളസേട്ടാ.